മാഷെ ഈ പത്മകുമാർ എന്ന് പറയുന്നത് വലിയ ഒരു വമ്പൻ സ്രാവെന്ന് നമ്മൾ പറയില്ലേ? ആ കണക്കുള്ളത് പത്മകുമാറാണ്, പിണറായി അല്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. നമ്മളെപ്പോഴും പറയുമ്പോൾ പിണറായിയിലേക്ക് നമ്മൾ പറയും. പക്ഷേ ഇപ്പൊ നോക്കൂ, ഈ പോറ്റിയും പത്മകുമാറും കൂടെ പോയിട്ടുള്ളത് ഇംഗ്ലണ്ട്, ഈജിപ്റ്റ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ്. അപ്പൊ ഈ ഇടങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അന്താരാഷ്ട്ര മാഫിയ സംഘം, വിഗ്രഹമോഷണ മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകളൊക്കെ കിടക്കുന്നത്. അവർ പലതരത്തിൽ കൈമറിഞ്ഞ് അതായത് പല രാജ്യങ്ങൾ വഴിയാണ് ഇതിന്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് എത്തിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചില പാസ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ ഈ പത്മകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തതിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അത് കിട്ടിയത് മാത്രമല്ല, പകുതി രേഖകളെ പപ്പേട്ടൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളൂ. പകുതി രേഖകൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം നടത്തുന്നത്. ഈ പത്മകുമാർ എന്ന് പറയുന്നത് നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ മാഷേ? ശരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പത്മകുമാർ വാ തുറന്നാൽ പിണറായി വിജയൻ അകത്താകും എന്നാണ്. എന്നുവെച്ചാൽ ഷാഫി പറമ്പിലടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും BJP നേതാക്കളുടെയും ഒരു ആങ്കറിങ് എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിലും പിണറായി വിജയനാണ് വില്ലനാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. വില്ലൻ വേഷം ഉണ്ടോ, അത് ആരുടേതെന്ന് ചോദിച്ചാൽ പിണറായിയുടേത് എന്നാണ് ഇവരെല്ലാവരും സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് ആർക്കും ഒരു വിഷയത്തിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തുന്നതിലല്ല താല്പര്യം. ആ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പല കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമായിരുന്നു. കുറ്റവാളികളെ കിട്ടിയിട്ട് കാര്യമില്ല. കുറ്റവാളി ആരായാലും അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കണം എന്ന ശാഠ്യമാണ് ഇവരെല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ഇത് തന്നെയാണ് കേരള സമൂഹത്തിൽ രാഷ്ട്രീയമായിട്ട് ചർച്ചയ്ക്ക് അവർ വെച്ചിരുന്നത്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയാണ്. എന്നുവെച്ചാൽ പിണറായി വിജയൻ ഒരു കാലത്തും എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലും ഇവർ പറയുന്ന രീതിയിൽ ഒരു കേസുകളിലും അങ്ങനെ എത്തിച്ചേരാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അല്ലെ, എത്രയോ കേസുകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ കേസുകളിലൊക്കെ ഇവർ പറയുന്നത് പിണറായിയാണ് പ്രതി എന്നുള്ളതാണ്. പക്ഷേ പിണറായി അല്ല പ്രതി എന്നുള്ള കാര്യമാണ് മിക്കവാറും കേസന്വേഷണം കഴിയുന്ന സമയത്ത് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദ്യം. ഇവർക്ക് അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് രാഷ്ട്രീയമായിട്ട് നേട്ടമുള്ളൂ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ മാത്രമാണ് അത്തരം പ്രസ്താവനകൾക്കകത്ത് നിൽക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോടതിയുടെ മുമ്പിൽ ഇത് ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ നിന്ന്, ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ വിഗ്രഹം പോലും വേണമെങ്കിൽ അടിച്ചു മാറ്റാവുന്ന തരത്തിലേക്ക് മാറിയ കൊള്ളസംഘമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കോടതി പരസ്യമായിട്ട് ചോദിക്കുകയും ചെയ്തു. ഈ ഇന്ന അന്താരാഷ്ട്ര കുറ്റവാളികളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നാണ് കോടതി സംശയിക്കുന്നതെന്നാണ് കോടതി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ നിന്ന് 4 കിലോ സ്വർണം മോഷ്ടിക്കലല്ല ഇവരുടെ ലക്ഷ്യം. 4 കിലോ സ്വർണത്തിൻ്റെ മൂല്യമല്ല ഇവരുടെ പ്രശ്നം. ഇവർക്ക് അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയുടെ കവചങ്ങളും മറ്റുമൊക്കെ വിറ്റഴിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ 1 കോടി രൂപയുടെ സ്വർണം എന്ന് പറയുന്നത് ഈ രീതിയിൽ സ്വർണം എന്ന നിലയിൽ വിൽക്കുന്ന സമയത്ത് 1 കോടിയാണ് കിട്ടുന്നതെങ്കിൽ അത് അയ്യപ്പൻ്റെ കട്ടിളപ്പടിയാണ് എന്ന നിലക്കോ ദ്വാരപാലക ശില്പം പൊതിഞ്ഞിരിക്കുന്ന സ്വർണമാണ് എന്ന് പറഞ്ഞ് അത് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ മൂല്യത്തിന് വലിയ വ്യത്യാസമാണ്. 1 കോടി എന്ന് പറയുന്നത് 100 കോടി വേണേയാകാം. അങ്ങനെ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പലതരത്തിലുള്ള ഭ്രാന്ത് മനുഷ്യനെ പിടിവിടാറ്. ആ ഭ്രാന്തിൽ ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത്. ചില സമയത്തൊക്കെ ഭ്രാന്ത് പോലെയാകും. അപ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ പൂജിച്ച ഒരു പഴം അത് 50 ലക്ഷം രൂപക്ക് വാങ്ങിക്കുന്നത്. 50 പൈസയുടെ വില അതിനുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് ഈ ഭക്തിയുടെ ലഹരിയിൽ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 50 ലക്ഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആൻറ്റിക്കുകൾ വാങ്ങുന്ന ആളുകളും ഇതേപോലെയുള്ള ചില ഭ്രാന്തന്മാരാണ്. ലോകപ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ വാങ്ങുന്നത് അങ്ങനെയാണ്, ശില്പങ്ങൾ വാങ്ങുന്നത് അങ്ങനെയാണ്. അതിൻ്റെയൊക്കെ മൂല്യം വേറൊരു ഡയമെൻഷനിലാണ് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. അങ്ങനെ അളക്കപ്പെട്ട ഒരു മൂല്യ വ്യവസ്ഥക്കകത്താണ് പത്മകുമാറിൻ്റെ കൂടെയുള്ളതായിട്ടുള്ള സംഘങ്ങളെല്ലാം ഈ ശബരിമല ക്ഷേത്രത്തിലെ വസ്തുക്കൾ മോഷണം നടത്താനും അത് വിൽപ്പന നടത്താനും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കെയ്റോയിലെ യാത്ര എന്ന് പറയുന്നത്.
അല്ലേ? ഇംഗ്ലണ്ടിൽ. ഇംഗ്ലണ്ടിലേക്ക് പോയ യാത്ര. ഈ 2 യാത്രകളുടെയും രേഖകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് അറിയാതെ എത്രയോ യാത്രകൾ നടത്തിയിട്ടുണ്ടാവാം മാഷെ 2019 മുതൽ ഇതുവരെയും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം പോകുന്നില്ല. ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള പിണറായിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ പാസ്പോർട്ട് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡീലുകൾ മുഴുവൻ ഉറപ്പിച്ചതും ഇവർ തന്നെ ആകാനുള്ള സാധ്യതകളിൽ ബാക്കിയുള്ളവരെല്ലാം തന്നെ അതിൻ്റെ പങ്കാളികളായി കൂടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കപ്പം കിട്ടുന്ന കേസാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഇതിനു വേണ്ടി ഒത്തു നിന്നിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ CPM നേതാക്കൾ അറസ്റ്റിലായിട്ടുള്ളവരായിക്കോട്ടെ ആരായാലും ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ജയറാമിൻ്റെ കാര്യം പറയുന്നു. ജയറാം തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് അതിവിനയം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിയെ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ ചുറ്റുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ കൊത്തുപണികളോ അല്ലെങ്കിൽ അതിലെന്താണ് ചെമ്പാണോ തകിടാണോ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായ അതിന് ഫലപ്രാപ്തി കിട്ടുമെന്നൊക്കെ വിശ്വസിക്കാനായിട്ട് കുറച്ച് ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ നമുക്ക് കഴിയില്ല. അപ്പം ഇവരെല്ലാവരും ചേർന്ന് കൊണ്ടുള്ള ഒരു വമ്പൻ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായ ഡീൽ ഉറപ്പിക്കാനല്ല ഇവർ പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? പോറ്റി മാത്രമാണ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ആ ഫോട്ടോ എടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് പോയിട്ടില്ല എന്നതൊന്നും നമുക്കറിയില്ല. ഈ രഹസ്യമായി നടക്കുന്ന ചില ഇടപാടുകളൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഡയറക്റ്റ് അമ്പെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിക്കൂടെ മാഷേ? അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ അതെങ്ങനെ തെളിയിക്കപ്പെടും എന്ന് ചോദിച്ചാൽ അത് SITയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കപ്പെടാനായിട്ട് കഴിയുള്ളൂ. ഇനി അതല്ല എങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഏതെങ്കിലും അന്വേഷണ സംഘം അതിലേക്ക് കടന്നു വരികയും അവരന്വേഷിക്കുകയും ചെയ്താലേ തിരിച്ചറിയാൻ പറ്റും. ബഹുഭൂരിപക്ഷം നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മളെപ്പോലെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആളുകളുടെ ഇടയ്ക്ക് ഒക്കെ അവിടെ നിന്ന് ചോർന്നു വരുന്ന വാർത്തകൾ വെച്ചിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അത് ചോർന്നു വരുന്ന വാർത്തകൾ മാത്രമാണ്. അത് മുഴുവൻ ശരിയാണോ ഇല്ലയെന്ന് അറിയില്ല. നമുക്കിപ്പോൾ അറിയാം പത്മകുമാറിൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടി എന്ന് പറയുന്ന വാർത്ത വന്നു കഴിഞ്ഞിരിക്കും. അത് കണ്ടുകിട്ടാൻ ഉള്ള സാധ്യത എന്താണ്? അദ്ദേഹം ഇനി വിദേശയാത്ര നടത്താൻ പാടില്ല. കാരണം ഇവിടെ തന്നെ അദ്ദേഹത്തെ കിട്ടണം. ഈ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കണ്ടുവെക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടുകെട്ടി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. പുറത്ത് പോകാതിരിക്കണം. കാരണം ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് കസ്റ്റഡിയിൽ നിന്ന് വിട്ട് ഇവർക്ക് ജാമ്യം കിട്ടും, ഇവർ പുറത്ത് നടക്കും. അതാണ് ഈ കേസിൻ്റെയൊക്കെ സ്വഭാവം, അതാണല്ലോ. അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അവർ കേരളത്തിൽ മാത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒതുക്കുക എന്നതിൻ്റെ ഒരു പ്രാഥമികമായ ഘട്ടമായിട്ടാണ് നമ്മൾ പാസ്പോർട്ട് കണ്ടെത്തലിനെ കണക്കാക്കേണ്ട ആവശ്യമുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സമയത്ത് കോടതി പറയും ഇന്ന സ്ഥലത്തുണ്ടാകണം, വെളിപ്പാടകലെ നിങ്ങളെ കാണണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിബന്ധനകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കാം അവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ, ഹിൻഡ്രൻസസ്, അതൊക്കെ വരുത്തി വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ വളരെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് SIT കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് വന്നതിന് ശേഷവും പിന്നീട് തുടർ ചോദ്യങ്ങളിലെ ലഭ്യമാകുന്ന ഉത്തരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. കാത്തിരുന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.